Meet the editors. ജനവിധി ദിശാസൂചികയോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, വിധിയെ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒരു ഭരണവിരുദ്ധ വികാരമായി കണക്കാക്കുന്നില്ല. അതുമാത്രവുമല്ല, പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു പടി കൂടി കടന്ന് മൂന്നാമത്തെ LDF സർക്കാരിലേക്കുള്ള സൂചനയാണ് എന്ന് പറയുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം അങ്ങനെയല്ല. ചേലക്കരയിൽ 27,000 വോട്ട് കുറഞ്ഞതും പാലക്കാട് മണ്ഡലത്തിൽ 18,000 വോട്ടായിട്ട് ഭൂരിപക്ഷം വർദ്ധിച്ചതും ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പറയുന്നു. ദിശാസൂചികയാണ്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കല്ല 3 പാർട്ടികൾക്കും ദിശാസൂചിക തന്നെയാണ് ഈ 2 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, പാലക്കാടും ചേലക്കരയും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചും അതുപോലെ തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചും വളരെ ദീർഘമായൊരു രാഷ്ട്രീയ പകലായിരുന്നല്ലോ ഇത്. ഒട്ടേറെ സസ്പെൻസ് നിറഞ്ഞ മുഹൂർത്തങ്ങളും ഇന്നത്തെ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചു. നോക്കൂ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പാലക്കാടുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കംഫർട്ടബിളായി വിജയിച്ചു വരും, രാഹുൽ മാങ്കൂട്ടത്തിനാണ് പാലക്കാട് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാണ്. ഒക്ടോബർ 28 മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ഞാൻ ഒരു വിലയിരുത്തലുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തും, 2-ാം സ്ഥാനത്ത് സരിനെത്തും, 3-ാം സ്ഥാനത്ത് കൃഷ്ണകുമാർ എത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പ്രവചനത്തിൽ 2-ാം സ്ഥാനത്തേക്ക് കൃഷ്ണകുമാർ എത്തി എന്നുള്ളതാണ് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൃഷ്ണകുമാറും അതുപോലെ തന്നെ സരിനും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം എത്രയാണ്? 2200 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഏതാണ്ട് ഒരു 1000-1200 വോട്ട് പിടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ സരിൻ 2-ാം സ്ഥാനത്ത് എത്തുമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഈ 43,000 എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ 2024 ലോക്സഭയിൽ കൃഷ്ണകുമാർ പിടിച്ച വോട്ട് പോലും ആ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ പിടിക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിലയിരുത്തൽ. ഏതായാലും അത്ഭുതകരമായ ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് BJPക്കാണ് എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് പോലും സംശയമില്ല. ഇന്നിപ്പോൾ K. സുരേന്ദ്രനാണെങ്കിലും അല്പം മുമ്പ് MT രമേശ് ആണെങ്കിലും പറഞ്ഞത് ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തും എന്ന് തന്നെയാണ്. ചെറിയൊരു വീഴ്ചയല്ല ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന, BJP ഏറ്റവും മികച്ച വളർച്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3 എക്സ്റ്റേണലായ ഘടകങ്ങൾ കൂടി BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. ഒന്ന്, ആദ്യമായി കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒരു ലോക്സഭാ MP ഉണ്ടായിരിക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, BJP അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അതാണ് ഒന്നാമത്തെ എക്സ്റ്റേണൽ ഫാക്ടർ. 2ാമത്തെ ഘടകം, കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട് BJPക്ക്, 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ആ 2 കേന്ദ്രമന്ത്രിമാർ നൽകുന്ന പ്രതീക്ഷ, അതും BJPയെ സംബന്ധിച്ച്, BJPയുടെ അനുഭാവികളെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. 3ാമത് മുനമ്പം വിഷയം. ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമുദായത്തിലുണ്ടായിട്ടുള്ളൊരു ഒരു ചേരിതിരിവ്, ഒരു ഭിന്നത, അതിപ്രാവശ്യം BJPക്ക് ഗുണകരമാകുമെന്ന് വിചാരിച്ചു. ഈ 3 എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പ്ലസ് BJPക്ക് പാലക്കാട് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലമായി വികസിച്ചു വരുന്ന സാഹചര്യവും, ആ 3-4 ഘടകങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് മാത്രവുമല്ല, വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു. എത്രയാണ് ഇപ്രാവശ്യം? 39,549 വോട്ടാണ് കൃഷ്ണകുമാർ പിടിച്ചിരിക്കുന്നത്. എത്രയാണ് ശ്രീധരനിൽ നിന്നുള്ള വ്യത്യാസം? 11,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. 11,000 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമാണ്. ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ഈ ശ്രീധരനല്ല കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈ വലിയ വീഴ്ചയാണ്, എത്ര വലിയ വീഴ്ചയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞിരുന്നു, 497 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നേടിയിട്ടുള്ളത്. എന്നാൽ അതുപോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ UDF പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുന്നിലെത്താം എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചെന്ന് മാത്രമല്ല, 3,500 വോട്ടിൻ്റെ ലീഡാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പാലക്കാട് മണ്ഡലം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ആ പാർട്ടി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ 50,200 വോട്ടാണല്ലോ, 220 വോട്ടാണല്ലോ ഈ ശ്രീധരന് ലഭിച്ചത്. ഈ പ്രാവശ്യം 39,545 വോട്ടാണല്ലോ കൃഷ്ണകുമാറിന് ലഭിച്ചത്. 11,000 വോട്ടിൻ്റെ വ്യത്യാസം അവിടെ തന്നെയുണ്ട്. ഈ 11,000 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 4,000 വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കൂട്ടിയിരിക്കുന്നത്. 58,000 വോട്ടിൽ
സീറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 4000 വോട്ട് കോൺഗ്രസിന് കിട്ടി എന്ന് പറയാം. അതായത് ശ്രീധരനിലേക്ക് പോയ വോട്ടിൽ നിന്ന് 4000 വോട്ട് കോൺഗ്രസിലേക്ക് വരുന്നു. ഏതാണ്ട് ഒരു 800ഓളം വോട്ട് പിന്നെ സരിൻ അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം 4800 വോട്ടുകൾ CPM-നും കോൺഗ്രസിനുമായി ലഭിച്ചിരിക്കുന്നു. ബാക്കി ഒരു 6000 വോട്ട് കാണാനുണ്ടല്ലോ. ഈ 6000 വോട്ട് എന്ത് സംഭവിച്ചു? 6000 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. 11000 വോട്ടിൽ 4800 കണക്ക് നമുക്കുണ്ട്. വലിയ രീതിയിൽ താഴത്തേക്ക് BJP പോവുകയും ചെയ്തിരിക്കുന്നു. 6000 വോട്ട് BJPക്ക് അനുകൂലമായി ഒരുപക്ഷെ പോൾ ചെയ്യപ്പെടേണ്ടതാണെന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. കാരണം ശ്രീധരന് വേണ്ടി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വോട്ട്. ഈ ഓരോ ബൂത്തിലും പാലക്കാട് 100 പേരെ വെച്ച് ചേർത്തു, ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ അത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ പറയുന്ന പാലക്കാട് ഫലം എന്ന് പറയുന്നത് നിശ്ചയമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം 18000-ന് മുകളിലെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എനിക്കുറപ്പാണ് അവിടെ ഈ പറയുന്ന വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ക്ഷേമ പെൻഷൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ റോഡ് വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ സ്കൂൾ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ സ്റ്റേഡിയം വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയൊക്കെ ആൻറ്റി ഇൻകംബൻസി 2 രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ വിരുദ്ധ തരംഗം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അവിടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പാലക്കാട് നിന്ന് നേരെ ചേലക്കരയിലേക്ക് വരുമ്പോൾ നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരവും ആശ്വാസകരവുമായ വിജയമാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ MV ഗോവിന്ദനും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് നിശ്ചയമായും ചേലക്കരയിലെ വിജയമാണ്. അവരവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ്. പക്ഷേ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ തവണത്തേക്കാൾ 8000 വോട്ടാണ് അധികമായി രമ്യ ഹരിദാസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് 44,000-ൽ നിന്ന് 52,000-ആയിട്ട് 8000 വോട്ടിൻ്റെ വർധന രമ്യ ഹരിദാസിന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അത്ഭുതകരമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് K ബാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. K ബാലകൃഷ്ണൻ അന്തസ്സായ ഒരു വോട്ട് അവിടെ നേടിയിട്ടുണ്ട്. അത് ചെറിയ വോട്ടല്ല, 33,000 വോട്ടാണ് ഈ പറയുന്ന K ബാലകൃഷ്ണൻ അവിടെ നേടിയിരിക്കുന്നത്. 24,000 വോട്ടായിരുന്നു അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട്. അപ്പോൾ 10,000-ഓളം വോട്ട് അവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് 18,000 വോട്ട് CPM-നെതിരായിട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് പോകുന്നത് CPM-ന് ഗുണകരമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല. കാരണം രാധാകൃഷ്ണൻ ഒരു ഫാക്ടറാണ്. കഴിഞ്ഞ പ്രാവശ്യം 39,000-ൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 12,000-ൻ്റെ ലീഡേ ഉള്ളൂ. 27,000-ൻ്റെ കുറവുണ്ട്. 27,000-ൻ്റെ കുറവ് ഗൗരവതരമായിട്ട് തന്നെ ആ പാർട്ടി കാണണം. എന്നാൽ ആ പാർട്ടിക്ക് മറ്റൊരു കണക്കുണ്ട്. 5,000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭയിൽ ഉണ്ടായിരുന്ന CPM 12,000-ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ 7,000-ൻ്റെ നേട്ടമുണ്ടാക്കുന്നു എന്നൊരു കണക്കുണ്ട്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10,000 വോട്ട് BJP-യിലേക്ക് പോയിരിക്കുന്നു. 8,000 വോട്ടിൻ്റെ വർധന രമ്യ ഹരിദാസ് അവിടെ കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കുന്നു. ഒരു 3,920 വോട്ട് അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിടിക്കുന്നു. ഏറെക്കുറെ 22,000 വോട്ടുകൾ മറുപക്ഷത്തേക്ക് പോയിരിക്കുന്നത് നിശ്ചയമായും CPM-ലേക്ക് വരേണ്ട ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്നൊരു ഫാക്ടർ ഉണ്ട് എങ്കിൽ ആ വോട്ടുകളിൽ നല്ലൊരു ശതമാനം വരേണ്ടത് പ്രദീപിലേക്ക് തന്നെയാണ്. ആ അർത്ഥത്തിൽ പ്രദീപിൻ്റെ ഭൂരിപക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് വരേണ്ടതാണ്. എന്നാൽ പ്രദീപ് 2016-നേക്കാളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പ്രതിച്ഛായയുടെ കൂടി അടിസ്ഥാനത്തിൽ, ഒരു സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അത് ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് എഴുതി തള്ളാവുന്ന ഒരു കാര്യമല്ല. BJP-യുടെ ചേലക്കരയിലെ വളർച്ച ഒട്ടും നിസാരവുമല്ല. K ബാലകൃഷ്ണൻ ഒരു പ്രാദേശിക നേതാവായതുകൊണ്ട് മാത്രം 10,000 വോട്ടൊന്നും ഒരു മണ്ഡലത്തിൽ കൂടില്ല. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? അത് UDF-ൽ നിന്നാണോ അല്ലെങ്കിൽ LDF-ൽ നിന്നാണോ എന്ന കാര്യം ഈ 2 പാർട്ടികളും വിലയിരുത്തണം. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ തൃശ്ശൂരൊക്കെ വളരെ പ്രധാനമാണ് ഇനി 2026-ലെ തെരഞ്ഞെടുപ്പിൽ. ആ അർത്ഥത്തിൽ ഞാൻ വയനാട് ചർച്ച ചെയ്യുന്നതേയില്ല. ഈ പറയുന്ന ചേലക്കര, പാലക്കാട് ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളും 3 പാർട്ടികൾക്കും ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആൻറ്റി ഇൻകംബൻസിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് കോൺഗ്രസിനാണ്. അത് പാലക്കാട് വലിയ നേട്ടമുണ്ടാക്കാൻ അവരെ സഹായിച്ചു. ഒരർത്ഥത്തിൽ ചേലക്കരയിൽ കുറേ കൂടി വോട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ സഹായിച്ചിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിജയമാണ്. കാരണം ആൻറ്റി ഇൻകംബൻസി ഇല്ല, ഒരു തുടർഭരണ സാധ്യത എന്നൊക്കെയുള്ള രാഷ്ട്രീയ നയങ്ങൾ പ്രഖ്യാപിക്കാൻ അവരെ നിശ്ചയമായും ചേലക്കര സഹായിക്കും. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം 2026-ൽ വലിയ ലക്ഷ്യമുള്ള പാർട്ടിയാണ് കേരളത്തിൽ BJP എന്ന് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJP വിജയിച്ചു വരുമായിരുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം മെച്ചപ്പെട്ടൊരു പെർഫോമൻസ്, ഒരു 1000, 1500, 2000 വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചു വരുന്നതെങ്കിൽ പോലും BJP-ക്ക് വലിയ ക്ലെയിം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നു. ആ ക്ലെയിമൊക്കെ പാലക്കാട്
മണ്ഡലം പോലൊരു സുരക്ഷിതമായ മണ്ഡലത്തിൽ, വളരെ വലിയ വളർച്ച കാണിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണലായ ഘടകങ്ങൾ കൂടി ബി ജെ പിയെ പിന്തുണച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ബി ജെ പിക്ക് വലിയ രീതിയിൽ അടിപതറിയിരിക്കുന്നു. കോൺഗ്രസിനും CPM-നും ആശ്വാസകരമായ വിജയമാണ്. കോൺഗ്രസിന് ഒരു പക്ഷേ കുറച്ചുകൂടി ഉജ്ജ്വലകരമായ ഒരു വിജയമാണ്. ആ അർത്ഥത്തിൽ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും 2026 കുറിച്ചുള്ള സൂചനയാണ്. അത് ചില ആശങ്കകളെയും ഓരോ പാർട്ടിക്കും സമ്മാനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ദിശാസൂചികയാണോ ജനവിധി എന്നാണ് ചോദ്യം. സ്മൃതി. ആണ്. മൂന്ന് മുന്നണികൾക്കും ദിശാസൂചിക തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രൂപത്തിൽ പ്രചാരണം കൊണ്ടുപോയിക്കൂടാ എന്നതിൻ്റെ ഒരു പാഠമാകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പാലക്കാട് എന്നുള്ളതാണ്. ചേലക്കരയും മറ്റു ചില പാഠങ്ങൾ കോൺഗ്രസിനെയും പഠിപ്പിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചും പാലക്കാട് ഒരു പാഠമാകുന്നുണ്ട്. BJPയും CPM-ഉം പരസ്പരം ഏറ്റുമുട്ടാത്ത, അല്ലെങ്കിൽ ഇരു കൂട്ടരുടെയും പ്രചാരണ വിഷയങ്ങൾ ഒന്നായ, കോൺഗ്രസിനെതിരെ മാത്രം ഇരുകൂട്ടരും ഒരേപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് കണ്ടത്. ആ രൂപത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്? SDP ജമാഅത്തെ പിന്തുണയെക്കുറിച്ചാണ് CPM-ഉം BJPയും ഒരേപോലെ ആരോപണം ഉന്നയിച്ചത്. RSS വോട്ടിനെ കുറിച്ചുള്ള വിമർശനം അപ്പുറത്ത് CPM-ന്റെ ഭാഗത്തുനിന്ന് കാണുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ആരാണ്, ഏത് സംഘടനയാണ് മുഖ്യ പ്രശ്നം എന്നൊരു വിലയിരുത്തലേക്ക് യഥാർത്ഥത്തിൽ CPM കടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പറയുമ്പോഴും ഇവിടെ പറയുന്ന SDP മാത്രമാണ് എന്നുള്ളതാണ്. SDP വർഗീയ സ്വഭാവമുള്ള സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിരോധിത സംഘടനയല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം. അപ്പോൾ രൂപീകരണ കാലം മുതൽ വർഗീയ നിലപാടുകൾ എടുത്തിരിക്കുന്ന RSS-നോടുള്ള സമീപനം എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPM-ന് RSS-മായി ബന്ധപ്പെട്ട നിലപാടുണ്ടെന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. അത് നമുക്ക് വ്യക്തവുമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല എന്നിടത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഈ പ്രചാരണങ്ങളൊന്നും ഏശിയില്ല, അല്ലെങ്കിൽ ഈ പ്രചാരണങ്ങൾ ഒരു തരത്തിൽ ഗുണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ LDF-ലേക്ക് പോകാൻ പോകുന്നു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് എന്ന തരത്തിൽ CPM-ന്റെ നേതാക്കൾ തന്നെ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തെ ക്യാമ്പിലേക്ക് പോകുമ്പോഴേക്കും പിന്നീട് ഒരു പത്രപരസ്യമായി നൽകിയ വാചകങ്ങളും അതൊക്കെ എങ്ങനെയാണ്, അത് യഥാർത്ഥത്തിൽ CPM-നെ പരാജയപ്പെടുത്തുന്ന ഘടകങ്ങളായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഷാഫിയുടെ നോമിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ഒരു ആ രൂപത്തിലാണ്. കാരണം അപ്പുറത്ത് BJP ഉണ്ടല്ലോ, എപ്പോഴും രണ്ടാം സ്ഥാനത്ത് BJP ഉണ്ട്. BJP ഒരു എതിരാളിയല്ല എന്ന മട്ടിൽ കോൺഗ്രസിനെതിരെ മാത്രം ആരോപണം കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ പ്രചാരണങ്ങളാണ് ഈ 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. BJPയെ സംബന്ധിച്ച് 2016 മുതൽ BJP രണ്ടാമതാണ്. അത് തന്നെ തുടരുന്നു. അതിനെ BJPയെ പ്രതിരോധിക്കാൻ ഇവിടെ സാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ് എന്നുകൂടി തെളിയിക്കുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നീല ട്രോളിയും പത്രപരസ്യവും ഒക്കെ തന്നെയും യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിച്ചിരിക്കുന്നത്? ഈ പത്രപരസ്യത്തിലോടുകൂടി ഈ BJPക്ക് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന അപ്പുറത്ത് CPM-ആണ്. ആ നിരത്തിൽ BJPയുടെ പ്രാധാന്യം ഊന്നി കാണിച്ചു കൊടുത്തിരിക്കുന്നത് CPM-ആണ്. ആ രൂപത്തിൽ BJPയെ ഒരു തരത്തിൽ സഹായിക്കുന്നുണ്ട് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി BJPയെ സംബന്ധിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വീഴ്ച എന്നുള്ളത് BJP ഇപ്പോൾ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സംഘടനാപരമായി എന്ത് തരത്തിലുള്ള പിഴവാണ് സംഭവിച്ചത് എന്നത് പരിശോധിക്കേണ്ടി വരും എന്ന് അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. അപ്പുറത്ത് സംഘടനാ പിഴവുകൾ പരിശോധിക്കണമെന്ന് മറ്റു ചില നേതാക്കളും വക്താക്കളടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇത് BJPക്ക് ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ടി വരും. BJPക്ക് തുടക്കം മുതൽ തന്നെ തമ്മിലടി തിരിച്ചടിയായിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അതുണ്ട്. അത് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ പലതവണ സ്ഥാനാർത്ഥിയായി എന്തിന് കൃഷ്ണകുമാർ തന്നെ എന്ന ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിട്ടുള്ളതാണ്. അവിടെ A ക്ലാസ് മണ്ഡലമാക്കി ശോഭാ സുരേന്ദ്രനാണ് പാലക്കാടിനെ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ ഈ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിൽ BJPക്ക് വോട്ട് താഴുന്നതിൽ ഏത് തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം കൂടി അവർ പരിശോധിക്കേണ്ടി വരും. ഏതായാലും ഈ കൊടകര വിഷയം, കുഴൽപ്പണ വിഷയം, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഉയർന്നു വന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. BJP ക്യാമ്പിൽ നിന്ന് തന്നെ ഉയർന്നു വരികയായിരുന്നു. അപ്പോൾ അതിനൊക്കെ പിന്നിൽ
അത് നേരത്തെ വന്നു. അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. ഏതായാലും ഇതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തുണയാവുകയാണ് ചെയ്തിരിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, CPM സംബന്ധിച്ച് പാലക്കാട്ടെ പരീക്ഷണം പാളിയോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. ചിഹ്നമില്ലാതെ മത്സരിച്ചു. സരിൻ എന്ന UDF നിന്ന് വന്ന കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് പ്രചാരണത്തിൽ എന്തായാലും സരിൻ്റെ പേര് മുൻപത്തെ പ്രമോദിനേക്കാൾ മുന്നോട്ട് വയ്ക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ ശരി തന്നെയാണ്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ പാലക്കാട് LDFന് ആകെ കൂടിയത് 860 വോട്ട് മാത്രമാണ് എന്നുള്ളതാണ്. NDAയുടെ നഷ്ടം 10,671 എന്നുള്ള ചില്ലറ നഷ്ടമല്ല. ഇനി A ക്ലാസ് മണ്ഡലം എന്ന് BJPക്ക് പറയാൻ പറ്റുമോ? തൃശ്ശൂരിൻ്റെ തുടർച്ച ഇതാ പാലക്കാട് കാണിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതേസമയം ചേലക്കരയിൽ വിചാരിക്കാത്ത രീതിയിൽ NDAക്ക് വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ചേലക്കരയിൽ എന്തായാലും ശരിയാണ്, 12,201 വോട്ടിന് പ്രദീപിൻ്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. വോട്ട് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. അവിടെ സ്ഥാനാർത്ഥികളെ തമ്മിൽ ഒരു താരതമ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ UR പ്രദീപിന് ഒരു മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ താരതമ്യം ചെയ്യുമ്പോൾ രമ്യ ഹരിദാസ് പിന്നാക്കം പോയിട്ടുള്ളതിന് കാരണം രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകണമോ എന്നുള്ള കാര്യത്തിൽ പോലും പാർട്ടിയിൽ നേരത്തെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരമാണ് രമ്യ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് വേണ്ടി പെങ്ങളൂട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച നേതാക്കളുണ്ടായിരുന്നു. അവരെ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒപ്പം കണ്ടിട്ടില്ല. VP സജീന്ദ്രനും PM നിയാസും 3.5 മാസം മുമ്പ് തന്നെ അവിടെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വരെ നടത്തി. ആ തരത്തിൽ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പാർട്ടി നേതാക്കളുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള സ്ഥാനാർത്ഥിയുടെ ഇക്വേഷനിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ അവിടെ പരാജയം സംഭവിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഈ പരാജയത്തിൽ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പക്ഷേ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും 8,611 വോട്ടുകൾ കൂടിയിരിക്കുന്നു. BJPക്ക് കൂടിയത് 9,564 വോട്ടുകൾ. അപ്പോൾ BJPക്ക് കൂടിയ വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് കൂടിയത്, എവിടെ നിന്നുള്ള വോട്ടുകളാണ് എന്നുള്ളതും CPM നന്നായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഇനി മൂന്നാം പിണറായി സർക്കാരിനുള്ള ഒരു വലിയ ഭരണ നേട്ടം എന്നുള്ള നിലയ്ക്കുള്ള അഹങ്കാരം CPM-നും ഗുണം ചെയ്യില്ല. പാലക്കാട് വിജയം കൊണ്ട് പൂർണ്ണമായി ഞങ്ങളങ്ങ് വല്ലാതെ വിജയിച്ചിരിക്കുന്നു എന്നുള്ള തോന്നൽ കോൺഗ്രസിനും ഗുണം ചെയ്യില്ല. BJPയെയും ഇരുത്തി ചിന്തിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ടപ്പോൾ 3 കൂട്ടർക്കും നന്നായി പ്രവർത്തിച്ചാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന സന്ദേശമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിശാസൂചികയാണോ എന്ന ചോദ്യത്തിന് പാലക്കാട്, ചേലക്കര, വയനാട് ഈ 3 മണ്ഡലങ്ങളെയും വെച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നോ ഒരു ദിശാസൂചികയാണെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ സ്വഭാവമല്ല ഇവ 3നും ഉള്ളത്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇതൊരു കൃത്യമായ ദിശാസൂചന നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ പാലക്കാട് മണ്ഡലത്തിൻ്റെയും ചേലക്കര മണ്ഡലത്തിൻ്റെയും വയനാട് മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ്. കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളിലധികം LDFന് ചുരുങ്ങിയത് 20,000-ത്തിലധികം അല്ലെങ്കിൽ 15,000-നും 18,000 മുതൽ 20 മുതൽ 50,000 വരെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ LDFിൻ്റെ ഉറച്ച കോട്ടകളുമാണ്. അങ്ങനെ വന്നാൽ ഒരു 30 മണ്ഡലങ്ങൾ കേരളത്തിൽ 35 മണ്ഡലങ്ങൾ LDFിൻ്റെ കോട്ടകളാണ് കേരളത്തിൽ. ആ 35 മണ്ഡലങ്ങളെ അതിജീവിക്കുക എന്നതാണ് ഏറെക്കുറെ അസാധ്യമായൊരു കാര്യം. ഇപ്പോൾ മട്ടന്നൂർ പോലൊരു മണ്ഡലം, ഇനി UDFിൻ്റെ തിരിച്ചു വന്നാൽ 15ഓളം മണ്ഡലങ്ങൾ UDFിൻ്റെയും കോട്ടകളാണ്. പ്രത്യേകിച്ച് അതിൽ കൂടുതലുമുള്ളത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ 35 മണ്ഡലങ്ങൾ LDFിൻ്റെയും 15ഓളം മണ്ഡലങ്ങൾ LDFിൻ്റെയും കോട്ടകളാണ്. അവയിൽ 18,000-നും പുറത്ത് ഭൂരിപക്ഷമുള്ള ചില മണ്ഡലങ്ങളിൽ 25, 30, 35 ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെ പോലെ തന്നെ രാഷ്ട്രീയ സ്വഭാവമുള്ള മണ്ഡലമാണ് ഒന്ന് ചേലക്കര, മറ്റൊന്ന് പാലക്കാട്. പാലക്കാട് എന്തുകൊണ്ടെന്നാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ 20,000 ഭൂരിപക്ഷം കടന്നിട്ടില്ല പാലക്കാട്. പക്ഷേ പാലക്കാട് രസകരമായൊരു കണക്കുണ്ട്. KK ദിവാകരൻ അവസാനം മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് നോക്കൂ. അതിന് തൊട്ട് മുമ്പ് മത്സരിച്ച CPM-ൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി നൗഷാദാണ്. ആകെ നേടിയിരിക്കുന്ന എനിക്കൊന്നു 546 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്, വളരെ കുറഞ്ഞ ഭൂരിപക്ഷം. അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായ ദിവാകരൻ വിജയിക്കുമ്പോൾ പോലും 1,100 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ, നേരിയ ഭൂരിപക്ഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിൽ 1970-കൾക്ക് ശേഷം വിജയിച്ച് കയറിയ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിനൊരു പ്രോ UDF സ്വഭാവം ഉണ്ടായിരുന്നു.
എന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ വരവോടുകൂടി എന്താ അവിടെ സംഭവിച്ചത്? നമ്മൾ എ ക്ലാസ് മണ്ഡലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് BJPക്ക് ഒരു സ്വാധീനവുമില്ല എന്ന് തുടർച്ചയായി തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്വാധീനമില്ല എന്ന് പറയാനുള്ള കാരണം വിജയം നിശ്ചയിക്കാനുള്ള വോട്ട് മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് BJPക്ക് സമാഹരിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ പക്ഷേ ഉദയഭാസ്കർ വരുന്നത്. ഉദയഭാസ്കർ ആ വോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒ രാജഗോപാലിന് കിട്ടിയ വോട്ടുകൾ കുറച്ച് വ്യക്തി കേന്ദ്രീകൃതമായ വോട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മുതൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. നോക്കൂ, അവിടെയാണ് 40,000 ലോക്ക് ചെയ്തിരിക്കുന്നത് BJP. പാലക്കാട് മണ്ഡലത്തിൽ 40,000 വോട്ടുകൾ BJP ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വന്നിരിക്കുന്നത് ആ കണക്കാണ്. 39,000 എത്തിയിരിക്കുന്നത്. ആ കണക്കിനും അപ്പുറത്തേക്ക് BJP പാലക്കാട് വളർന്നിട്ടില്ല. അത് നമ്പർ 1. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോഴും എപ്പോഴും ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം പ്രത്യേകിച്ചും വിജയസാധ്യത കൂടുതൽ UDF കാൻഡിഡേറ്റിനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോ UDF കോൺസ്റ്റിറ്റ്യുവൻസിയായി പാലക്കാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രോ UDF കോൺസ്റ്റിറ്റ്യുവൻസിയെ മറികടക്കണമെങ്കിൽ എന്തു വേണം? ഒന്നുകിൽ ഒരു വ്യക്തിപ്രഭാവമുള്ള കാൻഡിഡേറ്റ് വന്ന് അവിടെ മാസ്സായിട്ടുള്ള വോട്ട് ഷെയർ ചെയ്യണം. പക്ഷേ അത് ശ്രീധരനെ കൊണ്ടുവന്ന് നിർത്തി പരമാവധി പിടിച്ചു. അവിടെയാണ് ശക്തമായ മത്സരം നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും എന്ത് സംഭവിച്ചു നോക്കൂ. 17,400 വോട്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത്. തൊട്ടു മുമ്പ് 16. ഇപ്പോഴും നേരെ തിരിച്ച് അതിലേക്കാണ് വന്നിരിക്കുന്നത്. 18,840 വന്നിരിക്കുന്നത്. അതായത് BJP അവരുടെ വോട്ട് 40,000 പിടിക്കുകയും അഥവാ 39,000 പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ആണ് എന്നുള്ളത് പൊതുവേ നമുക്കറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതൊരു പ്രോ UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആ പ്രോ UDF കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇങ്ങനെയല്ലാതെ CPM വിജയം നേടുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു 2026 ഇതേ ഫോർമുലയാണ് വരുന്നതെങ്കിൽ അവിടെ UDF കാൻഡിഡേറ്റ് ഈസി ആയിട്ട് ജയിച്ചു പോകും. അവിടെ 39,000 വോട്ട് BJP പിടിക്കുന്ന പക്ഷം ഇതേ ഭൂരിപക്ഷം ആവർത്തിക്കുകയും ചെയ്യും. കാര്യം പരമാവധി വോട്ട് സമാഹരിക്കാൻ കഴിയുന്നത് സരിൻ സമാഹരിച്ചു. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 840 വോട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി 1,000 വോട്ടുകൾ കൂടി വേണമെങ്കിൽ കൂട്ടാം. അതിനും അപ്പുറത്തേക്ക് LDFന് വോട്ട് സമാഹരിക്കുക സാധ്യമല്ല. അതാണ് നിലവിൽ പാലക്കാടിൻ്റെ സ്വഭാവം. അതുകൊണ്ട് എന്താ ഒരു രാഷ്ട്രീയ ഗുണം കോൺഗ്രസിനുള്ളത്? കോൺഗ്രസിന് എപ്പോഴും പ്രതിയോഗിയായിട്ട് BJPയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. BJPയെ പ്രതിയോഗിയായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ മുനിസിപ്പാലിറ്റി ലെവലാണല്ലോ ശക്തി. അവിടെ 34,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 27,000 വോട്ടുകളായിട്ട് മാറി. അപ്പോൾ 27,000 വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ വലിയ ശക്തിയാണ്. കാര്യം LDFിനേക്കാൾ ശക്തമായ സാന്നിധ്യം BJPക്കുണ്ട്. ആ 27,000 വോട്ട് ചൂണ്ടിക്കാട്ടി ഇതാ ഈ മണ്ഡലത്തിൽ BJP ജയിക്കാൻ പോകുന്നു എന്ന പ്രചരണം കോൺഗ്രസിന് ശക്തിപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ പാലക്കാട് UDF വിജയിക്കാനുള്ള സൂത്രവാക്യം. BJPയാണ് നമ്പർ 1 ശത്രു എന്ന് UDF പറയുക. അങ്ങനെ BJPയെ നമ്പർ 1 ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF സ്വാഭാവികമായി ഉണ്ടാവും. അത് പിരായിരിയിലും ഉണ്ടാവും, മാത്തൂരിലും ഉണ്ടാവും, കണ്ണാടിയിലും ഉണ്ടാവും. എന്നാൽ അതിൽ നിന്ന് LDFിൻ്റെ കേഡർ വോട്ടുകൾ പരമാവധി ഇപ്പോൾ സമാഹരിച്ചിട്ടുണ്ട്. അത് 38,000 വോട്ടുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രോ UDF സ്വഭാവമുള്ള പാലക്കാടിനെ ഞാൻ UDFിൻ്റെ ബാസ്റ്റൈനായിട്ടാണ് കണക്കാക്കുന്നത്. UDFിൻ്റെ കോട്ടയാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞ 15 UDFിൻ്റെ കോട്ടകളിൽ ഒരു കോട്ടയായി ഞാൻ പാലക്കാടിനെ കണക്കാക്കുന്നു. അപ്പോൾ ആ കോട്ടകളിൽ UDF വിജയിക്കുന്നു എന്നതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമായിട്ട് വിലയിരുത്തുക അസാധ്യമാണ്. ഇനി ഭരണവിരുദ്ധ വികാരമായിട്ട് അസാധ്യമാണെന്ന് പറയാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം. 2016 കേരളം മുഴുവൻ LDF തരംഗം അലയടിച്ചു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആർക്കെതിരെ ഉണ്ടായി? ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം 2016 ഉണ്ടാകുമ്പോഴും 17,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി ഷാഫി പറമ്പിൽ. ആ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ആ പാലക്കാട് മണ്ഡലത്തെ മുൻനിർത്തിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം പ്രവചിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നു. ഇനി ചേലക്കരയിലേക്ക് വരാം. ചേലക്കര മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റാത്തത്? ചേലക്കര മണ്ഡലത്തിനും ഇതേപോലെ സ്വഭാവമാണ്, LDF സ്വഭാവമാണ്. ചേലക്കര മണ്ഡലത്തിൽ മണ്ഡലത്തിൻ്റെ പുനർനിർണ്ണയത്തിന് ശേഷം 96 ശേഷം ഇന്നേ വരെ UDF സ്ഥാനാർത്ഥിക്ക് അസംബ്ലിയിൽ നിലം തൊടാൻ പറ്റിയിട്ടില്ല. ഒരേ ഒരു തവണ മാത്രമാണ് ലോക്സഭയിൽ PK ബിജുവിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസ് ശക്തമാകുമ്പോൾ മാത്രമാണ് രമ്യ ഹരിദാസ് ലീഡ് നേടുന്നതും. അതിനും അപ്പുറത്തേക്ക് ചേലക്കര മണ്ഡലം ചുവന്നു തന്നെ ഇരുന്നു. അതിൽ 39,000 വോട്ടുകൾ നേടുന്നത് എപ്പോഴാണെന്ന് ഓർമ്മിക്കണം. രണ്ടാമത്തെ ടൈമിലാണ്, 2021 39,400 വോട്ടുകൾ നേടുന്നത്. ഇപ്പോൾ നേടുന്നത് എത്രയാണ്? 12,201 വോട്ടാണ്. അതാകട്ടെ 2016 അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാകുമ്പോഴുള്ള വോട്ട് 10,200 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ പ്രകടമാകുമ്പോൾ 10,200 വോട്ട്. അത്
ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് കുറയുകയാണ് വേണ്ടത്, പക്ഷേ അവിടെ കൂടുകയാണ് ചെയ്തത്. അതാണ് 12,201 മാറുന്നത്. അതുകൊണ്ട് ചേലക്കരയെ മുൻനിർത്തിയും നമുക്ക് ഭരണവിരുദ്ധ വികാരം അടയാളപ്പെടുത്താൻ കഴിയില്ല. ഇത് രണ്ടും വയനാട് തീരെ കഴിയില്ല. കാര്യം വയനാട് നമുക്കറിയാവുന്നതുപോലെ മണ്ഡല പുനർനിർണയത്തിനു ശേഷം അത് കൃത്യമായും UDFിൻ്റെ ബാസ്റ്റേനാണ്. അപ്പോൾ UDFിൻ്റെ കോട്ടകളായ വയനാടിനെയും പാലക്കാടിനെയും മുൻനിർത്തി ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റില്ല. അത് റോങ് സാമ്പിളുകളാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ചേലക്കരയും പാലക്കാടും. ഇനി പക്ഷേ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാലക്കാട് ഈ വിജയം ഉണ്ടാകുന്ന സമയത്ത് BJPയുടെ തകർച്ച എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറയട്ടെ. അത് എന്നാൽ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഒരു ആൻറ്റി ഇൻകുംബൻസി അവിടെ പ്രകടവുമാണ്. മുനിസിപ്പാലിറ്റിക്കുള്ളിലെ ആൻറ്റി ഇൻകുംബൻസി സ്ട്രോങ് ആണ് എന്നുള്ളത് നിങ്ങൾ പാലക്കാട്ടെ ഏതൊരു കൗൺസിലറോട് ചോദിച്ചാലും അറിയാം. അതാണ് കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിച്ചിരിക്കുന്നത്. എനിക്കൊന്നു ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർപേഴ്സൻ്റെയും ബൂത്തിലടക്കം BJP പിന്നിലേക്ക് പോയി എന്നാണ്. ആ കണക്കുകൾ നോക്കണം, ആ കണക്കുകൾ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാണ്. അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കുള്ള മുന്നറിയിപ്പാണ്. നോക്കൂ, കഴിഞ്ഞ 8 വർഷമായി BJPയുടെ കയ്യിലിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി, 9 വർഷമായി BJPയുടെ കയ്യിലിരിക്കുന്ന മുനിസിപ്പാലിറ്റി 2 ടൈമിൽ തുടർച്ചയായിട്ട് കിട്ടി. അമൃതം പദ്ധതിയുടെ സാമ്പത്തിക സഹായം കിട്ടി. ആ മുനിസിപ്പാലിറ്റി ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് അഹമ്മദാബാദിൽ തുടർച്ചയായിട്ട് BJP സർക്കാർ അധികാരത്തിൽ വന്നത്. ആ മുനിസിപ്പാലിറ്റി പിടിച്ചിട്ടല്ലേ? ആ മുനിസിപ്പാലിറ്റിയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടല്ലേ? ആ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടല്ലേ? ഗുജറാത്ത് സർക്കാർ ആദ്യം അധികാരത്തിൽ വരുന്നതിന് കാരണമായതൊരു മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പല്ലേ? അതിനുശേഷമല്ലേ ഗുജറാത്തിലേക്ക് വികസനത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി ആദ്യം വോട്ടുകൾ ചാനലൈസ് ചെയ്യുന്നത്? പിന്നീടാണല്ലോ ഹിന്ദുത്വ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഐക്കൺ എന്നുള്ളത് വികസനത്തിൻ്റെ രാഷ്ട്രീയം പാലക്കാട് മുനിസിപ്പാലിറ്റി പയറ്റിയിരുന്നുവെങ്കിൽ അവിടെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിലെ നമ്പർ 1 അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നമ്പർ 1 മുനിസിപ്പാലിറ്റിയായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ, സ്റ്റേഡിയങ്ങളുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിൽ ഒരു ടൗൺ ഹാൾ ഇല്ലാത്ത ഒരു നഗരം എന്ന് പറയുന്നത് പാലക്കാടാണ്. ആ ടൗൺ ഹാളിൽ പൊടിഞ്ഞു കിടന്നിട്ട് 8 വർഷമാവുന്നു. 10 വർഷമായി അത് അവിടെ പ്രവർത്തന പരിപാടികൾ ഇല്ലാതായിട്ട്, കല്യാണമില്ലാതായിട്ട്, സംഗീത പരിപാടി ഇല്ലാതായിട്ട്. അതിന് കുറ്റം പറയുന്നത് എന്താ? ഷാഫി പറമ്പിലിൻ്റെ ഫണ്ട് അതിലേക്ക് പൂൾ ചെയ്തെന്നുള്ളതാണ്. ശരി, അതിന് തൊട്ടപ്പുറത്തൊരു മിനി അനക്സ് ഉണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്കാണ്. ഒരനക്കവും ഉണ്ടാക്കിയിട്ടില്ല ഈ മിനി ടൗൺ ഹാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടുകാര്യസ്ഥതയാണ്. എയർ മേനൻ പാർക്ക് നേരിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം അടഞ്ഞു കിടക്കുക. അവിടുത്തെ സോളാറിൻ്റെ 26 ബാറ്ററികൾ നാട്ടുകാർ ഊരിക്കൊണ്ടുപോയി. മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിലുള്ള റോഡുകൾ മൊത്തം തകർന്നു കിടക്കുക. ഈ കോട്ടയ്ക്കുള്ളിലുള്ള ഒരു ജനകീയ ജിം ഉണ്ടായിരുന്നു, ഒരു ഓപ്പൺ ജിം. ആ ഓപ്പൺ ജിമ്മിൽ 23 ഉപകരണങ്ങൾ കാണാനില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാ? മുനിസിപ്പാലിറ്റിക്കാണ്. അത് കൃത്യമായി മുനിസിപ്പാലിറ്റി ചെയ്തില്ല എന്നതാണ് പാലക്കാട് നേരിട്ട ഒരു വലിയ തിരിച്ചടി. ആ തിരിച്ചടി ഇനി ഈ 1 വർഷം കൊണ്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിക്കാൻ പോകുന്നുവെന്ന സൂചന കൂടി ഉണ്ടാവും. 4000 വോട്ടിൻ്റെ വർധനവ് ഒരു വലിയ, അതല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായെങ്കിലും കോൺഗ്രസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സൂചനയാണ്. അതുമാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു വാചകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. PV അൻവർ പ്രതീക്ഷിച്ച 10,000 നമ്മൾ തന്നെ കരുതിയത് 5,000 3940 നിന്നു അവസാനിച്ചിരിക്കുകയാണ്. PV അൻവർ നൽകുന്ന സന്ദേശം എന്താണെന്ന് PV അൻവർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല അതാണ് കൗതുകകരമായ കാര്യം. അത് ആരുടെ വോട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക? PV അൻവർ എടുത്തിട്ടുണ്ടാവുന്നത് തീർച്ചയായിട്ടും രമ്യയുടെ വോട്ടിൽ ഒരു നല്ല ഭാഗം പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വോട്ടുകൾ PV അൻവർ സ്പോയിലർ ആയിരിക്കുന്നു. ആ ഘട്ടത്തിൽ PV അൻവർ പിണറായി സർക്കാരിനെ നേരിടാനുള്ള കരുത്ത് PV അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ ഇല്ല എന്നതിൻ്റെ കൂടി ഒരു സൂചനയായിട്ട് അത് മാറുകയും ചെയ്യുന്നുണ്ട്. DMK കേരളത്തിൽ ഒരു സ്പോയിലർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. കേരളത്തിൽ ഒവൈസിയായി മാറുകയാണോ? പക്ഷേ പാലക്കാട് അദ്ദേഹം അത് പിൻവലിച്ചത് നന്നായി. കാരണം പാലക്കാട് അതല്ലെങ്കിൽ സംഭവിക്കുമായിരുന്നത് രാഹുലിൻ്റെ ഭൂരിപക്ഷം ഒരു 5000 കുറയ്ക്കാൻ ഒരു പക്ഷേ PV അൻവറിന് കഴിയുമായിരുന്നു. PV അൻവർ ആ പിന്തുണ പിൻവലിച്ചതോടുകൂടി രാഹുലിൻ്റെ ഭൂരിപക്ഷം 18000 എത്തി എന്നുള്ളതാണ്. ഒരു 4000-5000 വോട്ട് ഒരു പക്ഷേ PV അൻവറിന് പാലക്കാട് മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് മാക്സിമം 5000. അത് അത്രയും പോലും ചേലക്കരയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഫൈറ്റ് ആരോടാണെന്നാണ് പറഞ്ഞിരുന്നത്? ഫൈറ്റ് പിണറായിയോടാണെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ സ്പോയിലറായി മാറിയിരിക്കുന്നത് UDF ആണ്.
സ്പോയിൽഡായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഭരണവിരുദ്ധ വികാരം ആ അർത്ഥത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പി വി അൻവറിൻ്റെ കാൻഡിഡേറ്റിന് കുറച്ചുകൂടെ വോട്ട് കിട്ടണം, അത് കിട്ടിയിട്ടില്ല. എന്നാൽ ഇനി ബി ജെ പിയുടെ വളർച്ചയുണ്ട്, അതുകൂടി നിർണായകമാണ്. ടി എൻ സരസു പിടിച്ചതിനേക്കാൾ 4000 വോട്ട് കൂടി പിടിച്ചിട്ടുണ്ട്. അത് കെ ബാലകൃഷ്ണൻ എന്ന കാൻഡിഡേറ്റിന് മാത്രം കിട്ടിയതല്ല, അത് ചേലക്കര മണ്ഡലത്തിലെ RSSൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് കിട്ടിയ വോട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും. അത് പോയിരിക്കുന്നത് എവിടെയെന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ, ചേലക്കരയും പാലക്കാടും ബി ജെ പിയുടെ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 6000 വോട്ടായിട്ട് മാറിക്കഴിഞ്ഞു. 6000 എന്ന് പറഞ്ഞാൽ പാലക്കാട് 39,000, ചേലക്കരയിൽ 33 എന്ന് പറഞ്ഞാൽ എ ക്ലാസ് ആണ് പാലക്കാടെങ്കിൽ തൊട്ടടുത്ത് തന്നെയുണ്ട് ചേലക്കരയും ഒരു പൊട്ടൻഷ്യൽ എ ക്ലാസ് ആയിട്ട് എന്നുള്ളതാണ് ഒരു സൂചന. ഒന്നുകൂടി പറയാം, പാലക്കാട് LDFിൻ്റെയും BJPയുടെയും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം 2000-ൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. അങ്ങനെ പോയാൽ LDF ശക്തമായ ക്യാമ്പയിൻ നടത്തിയാൽ അടുത്ത വർഷം 2ാം സ്ഥാനത്തേക്ക് LDFന് വരാൻ സാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ വന്നാൽ BJP 3ാം സ്ഥാനത്തേക്ക് പോകും. അതിന് BJP പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലെയിരിക്കും. LDFിൻ്റെ കാര്യത്തിലും ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ഉണർവ് ആവശ്യമാണ്. സലിനൊരു തെറ്റായ ചോയ്സാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം CP പ്രമോദിനേക്കാൾ 840 വോട്ട് ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതെല്ലാം അതിൻ്റെ കാരണങ്ങളായേക്കാം. എന്തായാലും കോൺഗ്രസിന്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്, VD സതീശന്, ഇതിന് നേതൃത്വം നൽകിയ ജ്യോതികുമാർ ചാമക്കാലയാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും VK ശ്രീകണ്ഠനാണെങ്കിലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. തീർച്ചയായും ചേലക്കര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും അഭിനന്ദനം അർഹിക്കുന്നു. വയനാട് സിദ്ദിഖും IC ബാലകൃഷ്ണനും ഒക്കെ പ്രിയങ്കയുടെ അസാന്നിധ്യത്തിൽ നന്നായി പണിയെടുത്തു, 4 ലക്ഷത്തിലേക്ക് വന്നു. നമ്മുടെ മീറ്റ് എഡിറ്റേഴ്സിലെ പ്രവചനങ്ങൾ പോലും പരമാവധി 3.25 ലക്ഷമായിരുന്നു. തുറന്നു തന്നെ പറയാം, അത് 4,10,000-ലേക്ക് ഉയർത്തിയിരിക്കുന്നു. പോളിംഗ് കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ കണക്ക് പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരായ ഒരു വിലയിരുത്തലായിരുന്നില്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതും ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഫൈനൽ ടേക്ക്. ഒരു ദിശാസൂചനയാണോ? അങ്ങനെ ദിശാസൂചകമാകാൻ പറ്റിയ കോൺസ്റ്റിറ്റ്യുവൻസികളല്ല ഇത് 3 എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിഗമനം. ഇനി ഒരു എഡിറ്റേഴ്സ് തുടരുന്നു. സുജയ, ദിശാസൂചകമാകുമോ വിധി? ജനവിധികൾ എപ്പോഴും ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതാണല്ലോ, അതൊരു മാൻഡേറ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു ദിശാസൂചികയാണ്. പക്ഷേ ഇവിടുത്തെ ദിശാസൂചികയൊക്കെ ഉണ്ണിസാറൊക്കെ ഇന്ന് പൂർണ്ണമായും കേരളത്തിലേക്ക് മാത്രം തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹരിയാന ഓർമ്മയുള്ളത് കൊണ്ടാകും താങ്കളടക്കം ആരും മറ്റ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞു കേട്ടില്ല. ഇപ്പോഴിതാ ഈ ചർച്ചയിലും ജനവിധി ദിശാസൂചികയോ എന്ന ചോദ്യത്തിന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ 3-2 ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തെക്കുറിച്ച് ഉണ്ണിസാർ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ നല്ല രീതിയിൽ വിശകലനം നടക്കുകയും പ്രവചനം നടത്തുകയും ചെയ്തതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇന്നലത്തേതുപോലെ തന്നെ ഓർക്കുന്നു, 17 സീറ്റിലേക്ക് BJP ഒതുങ്ങിയപ്പോൾ, NDA ഒതുങ്ങിയപ്പോൾ എന്തൊരു ചർച്ചയായിരുന്നു. NDA വേഴ്സസ് ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള ആ കുതിച്ചുപോക്ക്, അതൊക്കെ വലിയ രീതിയിൽ അങ്ങ് വിലയിരുത്തിയതാണ്. സമാനമായ രീതിയിൽ ഇന്നൊരു വിലയിരുത്തൽ ഞാൻ പ്രതീക്ഷിച്ചത് കേൾക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഉള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജാർഖണ്ഡ് പറയണ്ടേ? ഇപ്പോൾ പറയാം, ഞാൻ എൻ്റെ അവസരമാണല്ലോ, ഞാൻ എന്ത് പറയണമെന്നുള്ളത് ഇതിപ്പോൾ കോൺഗ്രസ് പറയുന്ന രീതിയിൽ നമ്മൾ വാർത്ത വായിക്കണമെന്ന് പറയുന്നത് പോലെ അങ്ങുകൂടി എന്നോട് പറയരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വരാം. ഇവിടെ ജനവിധിയെക്കുറിച്ച് കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനവിധിയെക്കുറിച്ച് ഡോക്ടർ അരുൺ പറഞ്ഞത് ഇതൊരു ദിശാസൂചിക എന്ന രീതിയിൽ എടുക്കാൻ കഴിയില്ല. കാരണം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിന് അപ്പുറം മറ്റെന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ കാര്യമായ വോട്ട് വ്യതിയാനം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അക്കാര്യത്തിൽ ഞാൻ താങ്കളോട് വിയോജിക്കുകയാണ്. അതായത് ഇതൊരു ദിശാസൂചിക തന്നെയാണ്. അതായത് 3-on-3 ആണ് UDF പ്രതീക്ഷിച്ചിരുന്നത്, കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് 3-on-3 ആണ്. അതായത് വയനാടും പാലക്കാട് നിലനിർത്തുക, ചേലക്കര കൂടി പിടിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം KPCC പ്രസിഡന്റ് K സുധാകരനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നീട് മറ്റ് നേതാക്കളൊക്കെ അത് എടുത്തു പറഞ്ഞിരുന്നത് ചേലക്കര ഇത്തവണ പിടിക്കും എന്നതാണ്, 3-ൽ 3 നേടും എന്നതാണ്. പക്ഷേ ആ ചേലക്കരയിൽ ആ അവകാശവാദം അനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ധാരാളമുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടന്നത്. സർക്കാരിനെതിരായ ADM നവീൻ ബാബുവിൻ്റെ വിഷയമടക്കം ചേലക്കരയിൽ ചർച്ചയാകും എന്നതാണ് കോൺഗ്രസ് പറഞ്ഞത്. അത് ചർച്ചയാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അത്രയും വിഷയങ്ങൾ, സർക്കാരിനെതിരായ പെൻഷൻ അടക്കമുള്ള പലവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടന്ന 35 ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ചേലക്കര വീണ്ടും UR പ്രദീപിനൊപ്പം നിൽക്കുമ്പോൾ അത് ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് 39,000-ലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 3-1 ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു. അത് നേട്ടമായി അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ കോൺഗ്രസ് ഒരു വിജയം നേടാനുള്ള എല്ലാ സാഹചര്യവും അവർക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം അവർക്ക് മുതലാക്കാമായിരുന്നു. അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ മാറി UR പ്രദീപ് വരുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ ആ ഒരു കിട്ടുന്ന വോട്ടുകളൊക്കെ കുറയുമെന്നുള്ളത് അവർക്കറിയാം.
പിന്നെ രമ്യ ഹരിദാസിനോട് ആലത്തൂരിൽ തോറ്റൂര് ചേലക്കരയിലും കൂടി തോൽപ്പിക്കേണ്ട എന്ന് കരുതിയുള്ള ഒരു സഹതാപ തരംഗമുണ്ടാകും. മാത്രമല്ല KPCCയുടെ തന്നെ മുതിർന്ന നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നിട്ടും ചേലക്കരയിൽ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം വിവാദങ്ങൾ ഏറെ കണ്ട പാലക്കാട്ട് അവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ വോട്ടായി മാറുന്നത് എന്താണ് എന്നത് പാർട്ടികളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടത് നന്നായിരിക്കും. കാരണം പാലക്കാട്ട് സർക്കാരിനെതിരായ കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നണികൾ ഉയർത്തേണ്ടതായ ജനകീയ വിഷയങ്ങൾ, ഡോക്ടർ അരുൺ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അത് ഏത് ഘട്ടത്തിലാണ് മാധ്യമങ്ങളിൽ പോലും നമ്മൾ തന്നെ അതിൻ്റെ ഒരു ലൈവിലേക്ക് പോകുന്നത് അവസാന ഘട്ടത്തിലാണ്. കാരണം സമയമില്ല, അത്രയും സമയം മറ്റു കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മിഡ് എഡിറ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് പലവട്ടം, നോൺ ഇഷ്യൂസാണ് ഇത്തവണ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നൂണി സാർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ നോൺ ഇഷ്യൂസ് ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ മത്സരവും നടന്ന ഒരിടത്ത് അവർക്ക് ഒരു മാൻഡേറ്റ് അനുകൂലമായി സ്വന്തമാക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ വേണം അതിനെ വിലയിരുത്താൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പാലക്കാട്ട് BJPയുടെ തകർച്ചയെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. പാലക്കാട്ട് BJPക്കുള്ളത് ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് 40,000-ഓളമാണ്. 35,000 മുതൽ 40,000 വരെ ബേസ് വോട്ടുകൾ, ഉറച്ച വോട്ടുകളാണ് BJPക്കുള്ളത്. അതിൽ 4ാം റൗണ്ടിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ 4ാം റൗണ്ട് കഴിഞ്ഞ് 5ാം റൗണ്ടിലേക്ക് കയറുമ്പോൾ മൂത്താന്തര അടക്കമുള്ള ഭാഗങ്ങളിൽ അവിടെ കോൺഗ്രസിന് വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതും അവർ കാര്യമായി കാണേണ്ടതാണ്. അതായത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ അവർക്ക് വോട്ട് നിലനിർത്താൻ, പോളിംഗ് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഫാക്ട് നമ്പർ 1. അവിടെ RSS അടക്കം കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്, വോട്ട് അവർ നേടിയിട്ടുണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ഇൻട്രോസ്പെക്ഷൻ അനിവാര്യമാണ്. അതിൽ ശ്രീധരൻ്റെ ഒരു ഫാക്ടർ അതുണ്ടായില്ല. ശ്രീധരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൾ വോട്ട് എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ലോക്സഭയിൽ പിടിച്ച 43,000 പിടിക്കാൻ C. കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. 3,000 വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ശ്രീധരനുമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 10,000-ഓളം വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീധരൻ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. ഇവിടെ ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. അതായത് അവിടുത്തെ വാർഡുകളിൽ പൂർണ്ണമായും കൗൺസിലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തു. അല്ലെങ്കിൽ 28 കൗൺസിലർമാരും കൃത്യമായി വോട്ട് കൊണ്ടുവരും. 28 കൗൺസിലർമാരും ഇപ്പോൾ C. കൃഷ്ണകുമാർ കൗൺസിലറല്ല. അദ്ദേഹം കൗൺസിലർ ആയിരുന്ന കാലഘട്ടത്തിൽ 2020 വരെയുള്ള കാലഘട്ടത്തിലേതുപോലെയല്ല. അപ്പോൾ കുറച്ചുകൂടി ഇടപെടാൻ കഴിയും. വൈസ് ചെയർമാൻ ആയിരുന്നപ്പോൾ കുറച്ചുകൂടി ഇടപെടാൻ കഴിയും. ചെയർപേഴ്സൺസ് ആണ്. കഴിഞ്ഞ 2 ടേമിലും അവിടെ NDAക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺസ് ആണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്ടിവിറ്റി ഒക്കെ എത്രമാത്രമാണ് എന്നത് കൃത്യമായി വിശകലനം ചെയ്തോ, ജനങ്ങളിലേക്ക് കൃത്യമായി സർവീസസ് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്നുള്ളത് പാർട്ടി വിലയിരുത്തിയോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഒരു കറക്റ്റീവ് മെഷറിന്റെ ഭാഗമായി ഇനി പരിശോധിക്കേണ്ടത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാട്ടുമന്ത കൽപ്പാത്തി റോഡ് താങ്കൾ പോയപ്പോൾ താങ്കളുടെ ലൈവിനായി പോയ ആ വഴിയാണ്. ആ മാട്ടുമന്ത കൽപ്പാത്തി റോഡ്, ഞാൻ നമ്മുടെ ലൈവിനിടയിലാണ് ആ വഴി കാണുന്നത്. അപ്പോൾ ആ മാട്ടുമന്ത കൽപ്പാത്തി റോഡ് തകർന്നു കിടക്കുകയാണ് എന്നുള്ളത് സ്വാഭാവികമായും ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ആ നാട്ടുകാർ ആ കൗൺസിലറോട് പരാതി പറഞ്ഞിട്ടുണ്ടാകണം. ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. എന്തായാലും 3-4 വർഷമായിട്ട് ഒരു റോഡ് തകർന്നു കിടക്കുമ്പോൾ അത് നന്നാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടുത്തെ ജനവിധി എതിരാകും എന്നുള്ളത് ആ കൗൺസിലർ മനസ്സിലാക്കുകയും അക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. അവിടമാണ് ഈ 2ാം റൗണ്ട് എണ്ണിയ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ആ ഓരോ ബൂത്തും എടുത്ത് കണക്ക് നോക്കുമ്പോൾ 2ാം റൗണ്ട് എണ്ണിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആ 2ാം റൗണ്ട് എണ്ണിയ ഏരിയയിലാണ് ഇപ്പോഴത്തെ നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ ഉൾപ്പെടുന്ന അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന വാർഡുകൾ വരുന്നത് സെക്കൻഡ് റൗണ്ടിലാണ്. സെക്കൻഡ് റൗണ്ടിൽ എന്തൊരു ഫോളാണ് BJPക്ക് സംഭവിച്ചത്. ആ ഒരു ഫോളിലേക്ക് പോയത് അത് പാർട്ടി ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട വിഷയമാണ്. പരസ്പരം പഴിചാരുക, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഉത്തരവാദി എപ്പോഴും സംസ്ഥാന അധ്യക്ഷനും വിജയത്തിൻ്റെ ഉത്തരവാദികൾ അത് കൂട്ടുത്തരവാദിത്വമായി മാറുന്ന ആ ഒരു വ്യവസ്ഥിതിയോട് ഞാൻ യോജിക്കുന്നില്ല. പരാജയമായാലും വിജയമായാലും അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അത് ഏത് ടീമിലായാലും അങ്ങനെ തന്നെ വേണം. അവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വോട്ട് വിഹിതം വന്നിരിക്കുന്നത് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടുന്നത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ എന്തെങ്കിലും മികച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കരുതി അങ്ങനെ വോട്ട് ചെയ്യുന്നതല്ല. ഇത് ശക്തമായ ഒരു നഗരസഭയ്ക്കെതിരായ വികാരമായിട്ട് വേണം അതിനെ വായിച്ചെടുക്കാൻ എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. തെറ്റാണെങ്കിൽ ഉണ്ണിസാറിന് തിരുത്താം. അപ്പോൾ നഗരസഭാ ഭരണത്തിനെതിരെ ശക്തമായ ഒരു എതിർവികാരം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ്. അതായത് ജനങ്ങൾ അവിടെ BJPക്ക് കാലാകാലമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന BJP സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോഴും അവർ BJP സിമ്പതൈസേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ നേതൃത്വം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനായി അവർ കൊടുക്കുന്ന ഒരു താക്കീതായിട്ട് വേണം ഈ ജനവിധിയെ കാണാൻ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം. അതിനു മുൻപ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്ന് രംഗണ്ണൻ ചോദിക്കുന്നത് പോലെ ജനം ഒന്ന് ചോദിച്ചതാണ് ഈ ജനവിധിയിലൂടെ എന്നത് വേണം BJP മനസ്സിലാക്കാൻ. 10-ലധികം വാർഡുകൾ, ഈ ബൂത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10-ലധികം വാർഡുകളിൽ കൗൺസിലേഴ്സിനെതിരായ വികാരമുണ്ട്. വോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത്, മറ്റേതെങ്കിലും ഘടകങ്ങളല്ല.
വോട്ട് വെച്ച് നോക്കിയാൽ 10-ലധികം വാർഡുകളിൽ ശക്തമായ ഭരണവിരുദ്ധ, അതായത് ആ കൗൺസിലേഴ്സിന് എതിരെ അവരുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജനങ്ങളുടെ ഒരു എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം സി കൃഷ്ണകുമാറിന് ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സി കൃഷ്ണകുമാർ കരുതുന്നത് അദ്ദേഹം ഉണ്ടായിരുന്ന നഗരസഭാ കാലയളവിലേതുപോലെ ഇവരും എല്ലാം നന്നായി നോക്കുന്നുണ്ട് എന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലേഴ്സ് കൊടുക്കുന്ന ഫിഗേഴ്സ്, നേരത്തെ ഉണ്ണി സാർ ചോദിച്ചു എന്തായിരിക്കാം ഈ ഫിഗേഴ്സിൽ ഇത്രയും മാറ്റം വന്നത് എന്ന്. അപ്പോൾ ഇവരൊക്കെ എടുക്കുന്ന ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ കൗൺസിലേഴ്സ് കൊടുക്കുന്ന ഫിഗേഴ്സാണ്. ഞങ്ങളുടെ വാർഡിന്റെ പരിധിയിൽ വരുന്ന ബൂത്തുകളിൽ ഇത്ര വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചു, കൃത്യമായ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചു. വോട്ട് പോൾ ചെയ്യിപ്പിക്കാനേ കഴിയൂ, വോട്ടറുടെ മനസ്സിൽ കയറാൻ പറ്റില്ല. വോട്ടറുടെ മനസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ വോട്ടർക്ക് തൻ്റെ ഏരിയയിൽ കൃത്യമായി സേവനങ്ങൾ കിട്ടണം. ആ സേവനങ്ങൾ കിട്ടുന്നതിൽ പരാജയപ്പെട്ടോ എന്നുള്ളതാണ് അവിടെ പാർട്ടി വിലയിരുത്തേണ്ടത്. കൗൺസിലേഴ്സ് പറയുന്നത് അപ്പാടെ എടുക്കാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി തിരുത്താൻ ഇനിയും സി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ പാലക്കാട് ടീമിനുമൊക്കെ സമയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2015 to 2020 നല്ല ഫംഗ്ഷനിങ് ആയിരുന്നു എന്നതിൻ്റെ റിഫ്ലക്ഷനാണ് 2016 ശോഭാ സുരേന്ദ്രൻ ആദ്യമായി സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നത്. അതും നഗരസഭാ പരിധികളിൽ ലീഡ് എടുത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ ശോഭാ സുരേന്ദ്രന്റെ മാത്രം മികവ് കൊണ്ടല്ല, സ്ഥാനാർത്ഥിയുടെ മികവിനൊപ്പം തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നഗരസഭയിൽ എത്രത്തോളം കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. 2015 to 2020 ആദ്യ വർഷത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാകണം, അതുകൊണ്ട് അവർ നന്നായി കൊടുക്കുന്നു. അതിനുശേഷം 2020 to 2025 ഇപ്പോഴത്തെ ഈ ഒരു കാലയളവിൽ അവിടെ തിരിഞ്ഞു നോക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ലത് ഒരു തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞപ്പോഴേ ഇത് തിരിച്ചറിയണമായിരുന്നു. കാരണം 2020 ഭരണസമിതി അധികാരത്തിലെത്തുന്നു, 2021 ഇ ശ്രീധരന് നല്ല മാൻഡേറ്റ് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഉഴപ്പിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 500-ൽ താഴെ ലീഡിലേക്ക് സി കൃഷ്ണകുമാർ പോയത്. അപ്പോൾ പാർട്ടി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് പറഞ്ഞത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇനിയെങ്കിലും ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് ഈ പറയുന്ന 10 വാർഡുകളിൽ ബൂത്തെണ്ണം തിരിച്ചു നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ വാർഡുകളിൽ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചേലക്കരയിലേക്ക് വരാം. ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേലക്കരയിൽ യു ആർ പ്രദീപ് അദ്ദേഹത്തിൻ്റെ 2016 അദ്ദേഹം മത്സരിച്ചപ്പോഴത്തെ ലീഡ് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത്ര പോലും അദ്ദേഹം എത്തില്ല. രമ്യ ഹരിദാസ് ഞാൻ ഉണ്ണിസാറിനെ കോട്ട് ചെയ്യുകയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അതായത് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുകയും നേരിയ ഭൂരിപക്ഷത്തിന് കടന്നുകൂടിയാൽ LDF നിലനിർത്തിയാൽ ഭാഗ്യം, അല്ല എങ്കിൽ രമ്യയ്ക്കും വിജയ സാധ്യതയുണ്ട് എന്നതിനെയാണല്ലോ നമ്മൾ ഇഞ്ചോടിഞ്ചെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും വിട്ടുകൊടുക്കുന്ന ഒരു യു ആർ പ്രദീപ് നമ്മൾ കണ്ടില്ല. ഭൂരിപക്ഷത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ലീഡിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് ഒഴികെ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് ചേലക്കരയിൽ ആ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDF കഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെയോ സ്ട്രാറ്റജീസ് പാളിയിട്ടുണ്ട്. അല്ലെങ്കിൽ രാധേട്ടനെ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്. കെ രാധാകൃഷ്ണൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ യു ആർ പ്രദീപ് അദ്ദേഹത്തിനൊപ്പം വരുന്നു. മാത്രമല്ല 2016 to 2021 MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് പ്രദീപിനോടുള്ള ഒരു താല്പര്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഈ ജനവിധിയിൽ നിന്ന് കാണണം. 41.44% യു ആർ പ്രദീപിന് അവിടെ കിട്ടുന്നത്. പെർസെൻറ്റേജിലേക്ക് കൂടി നമ്മൾ വരണം. പെർസെൻറ്റേജിൽ വന്നിട്ടുള്ള ഡിപ്പ് അത് നമ്മൾ കാണാതെ പോകരുത്. LDF വോട്ടുകളിൽ ഡിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ UDF വോട്ട് ഇപ്പോൾ 33.64%. അവർക്ക് അത്ര വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് NK സുധീർ പിടിച്ച 3920 നോട്ട കൊണ്ടുപോയ 1034 അതോടൊപ്പം തന്നെ കെ ബാലകൃഷ്ണൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20+ ആയിരിക്കുകയാണ്. 21.49 ആണ്. അതായത് 10,000 വോട്ടിൻ്റെ വർധന. കെ ബാലകൃഷ്ണൻ എന്ന ആദ്യഘട്ടങ്ങളിലൊന്നും സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുമോ എന്ന് പോലും പലരും സന്ദേഹിച്ചിരുന്ന വ്യക്തി അവിടെ 10,000-ഓളം വോട്ടിൻ്റെ ഒരു വർധന ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചതെന്നുള്ളത് ചെറിയ കാര്യമല്ല. അവിടെ കെ അനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ തൃശ്ശൂരിലെ BJPയുടെ സംഘടനാ സംവിധാനം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തിരുവല്ലാമല അടക്കമുള്ള ഭാഗങ്ങളിൽ കൃത്യമായി വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ട് നേടാൻ ഏകദേശം തുല്യം ബലാബലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഒരു ഫാക്റ്റാണ്. ഒരു പഞ്ചായത്തിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കെ ബാലകൃഷ്ണന്. അപ്പോൾ ആ രീതിയിൽ വോട്ട് ഉയർത്താൻ കെ ബാലകൃഷ്ണന് സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പാലക്കാട്ട് സി കൃഷ്ണകുമാറിനെ പോലെ പാലക്കാട്ട് ഫെമിലിയറായ ഒരു നേതാവിന് അത് കഴിയുന്നില്ല? സി കൃഷ്ണകുമാറിൻ്റെ മാത്രം ഫോൾട്ടാണോ അതോ സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ പ്രശ്നമാണോ എന്നതാണ് അവിടെ നോക്കേണ്ടത്. കാരണം ചേലക്കരയിൽ ചലിച്ച സംഘടനാ സംവിധാനം എന്തുകൊണ്ടാണ് പാലക്കാട്ട് ചലിക്കാതെ പോയത്? അതും ഒരു നഗരസഭയുടെ ഭരണം കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചലിക്കാതെ പോയി? ആ ചോദ്യമാണ് ഞാനൊരു ലാർജർ ക്വസ്റ്റ്യനായി വെക്കുന്നത്. ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പാലക്കാട്ട് വോട്ട് ശതമാനത്തിൽ വന്നിരിക്കുന്നത് 30% താഴേക്ക് പോയിട്ടുണ്ട്. 28.63% കൃഷ്ണകുമാറിനുള്ളൂ. 30% താഴേക്ക് വോട്ടെത്തി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 30% മുകളിലേക്ക് പോകേണ്ട എ ക്ലാസ് മണ്ഡലത്തിലെ വോട്ട് 28.63% നിൽക്കുകയാണ്. അവിടെയാണ് ഡോക്ടർ പി സരിനെ കുറിച്ച് കൂടി പറഞ്ഞു പോകണം. 27%, അതായത് 1.63% മാത്രമാണ് BJPയും LDFും തമ്മിലുള്ള, അല്ലെങ്കിൽ NDAയും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ സരിന് 13,533 വോട്ടിന്റെ അന്തരമായിരുന്നു 2021 ഇടത് സ്ഥാനാർത്ഥിയും BJPയും തമ്മിലുണ്ടായിരുന്നത്. അത് സരിന് 2071 കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റന്റ് തേർഡ് ആയിരുന്നത് അത് ക്ലിയർ ടു സെക്കൻഡ് അല്ലെങ്കിൽ ക്ലോസർ ടു സെക്കൻഡ് എന്ന നിലയിലേക്ക് സരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സരിനെ ഇറക്കിയത് സരിൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ്. മാത്രമല്ല സരിൻ കേഡറായി രൂപാന്തരം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സരിനെ കൊണ്ടുവന്നതിൽ ആ ചോയ്സ് ഇടതുപക്ഷത്തിന് തെറ്റിയിട്ടില്ല എന്നതാണ് ആ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇനി തിരിച്ച് ഞാനൊന്ന് മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ്. ഉണ്ണിസാറിനൊന്നും തോന്നരുത്. എന്തായാലും മഹാരാഷ്ട്രയിലെ BJPയുടെ മഹാജയം ചർച്ചയാകാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. 288-ൽ 227 സീറ്റുകളാണ് മഹായുതി എന്ന NDA നേടിയിരിക്കുന്നത്. അതിൽ BJP ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത് 132 സീറ്റുകളാണ്. കോൺഗ്രസിന്റെ കൂടെയുള്ള ഉദ്ധവ് സേനയ്ക്ക് 20, കോൺഗ്രസിന് 18, NCP ശരത് പവാർ 10, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ 48. അതായത് BJP ഒറ്റയ്ക്ക് നേടിയ 132ന്റെ എവിടെയാണ് ഈ മഹാവികാസ് അഘാഡി എന്ന ഇന്ത്യ മുന്നണി നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. മറാഠ മണ്ണിലെ ഹിന്ദു ഐക്യം നേരത്തെ റിസോർട്ട് പൊളിറ്റിക്സിലേക്ക് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതേ വേദിയിൽ തന്നെ ചർച്ച ചെയ്തത്. മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള റിസോർട്ട് പൊളിറ്റിക്സിനെ കുറിച്ചും ഈ അങ്ങോട്ട് എല്ലാവരെയും ഒരുക്കി നിർത്താൻ പറയുന്നു, അതേക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നുമല്ല മറാഠ മണ്ണിന്റെ റിയൽ പൊളിറ്റിക്സ്. വിദർഭ അടക്കമുള്ള മേഖലകളിൽ BJP തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അത് ഞാൻ പാലക്കാടുമായി ക്ലബ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മഹാരാഷ്ട്രയിലേക്ക് പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് എന്ന നാണക്കേടിൽ നിന്ന് 8 മാസം കൊണ്ട് കാവി തരംഗത്തിലേക്ക് 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പാലക്കാട്ട് ഇത്രയും ഫാക്ടേഴ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീരത്ത് നിന്ന് വേലിയിറക്കം കണ്ട് കരയിൽ വീട് പണിതിട്ടുള്ളവർ ഓർക്കണം, അത് കടലിലേക്ക് പോയിട്ടുള്ള വെള്ളം തിരിച്ച് കരയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അടിക്കും. കാരണം അത് സമുദ്രമാണ്. മഹാരാഷ്ട്രയിൽ വിദർഭ അടക്കമുള്ള മണ്ണിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തീരത്ത് നിന്ന് വേലിയിറക്കം കണ്ടിട്ട് കരയിൽ വീട് പണിത് കാത്തിരിക്കുന്നവർ ആ വീട്ടിലേക്ക് ഈ സമുദ്രം അടിച്ചു കയറുന്നത് അധികം വൈകാതെ ഉണ്ടാകും എന്നതുകൂടി ഓർക്കണം. ആത്മപരിശോധനയ്ക്കാണ് തോൽവിയുടെ അവസരം വിനിയോഗിക്കേണ്ടത്. അല്ലാതെ തോൽവി വന്നു കഴിയുമ്പോൾ തോറ്റവൻ്റെ മുതുകത്ത് കയറി അവനെ പ്രഹരിക്കുന്നത് എൻ്റെ രീതി അല്ലാത്തത് കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. സിറ്റിംഗ് സീറ്റ് അല്ല പാലക്കാട്ട് BJPക്ക് സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിലും ഒരർത്ഥവുമില്ല. സിറ്റിംഗ് സീറ്റ് അല്ല, ഒരു ഫൈറ്റ് കാഴ്ചവെച്ചു. സെക്കൻഡ് പൊസിഷനാണ് 2014 അതെ, 2021 അതെ, 2024 ബൈ ഇലക്ഷനിലും സെക്കൻഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കൂടെ ഉണ്ടായിരുന്ന പല ഘടകങ്ങളും കൈവിട്ടിട്ടുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ആത്മപരിശോധനയിലേക്ക് പോവുക ദേവേന്ദ്ര ഫട്നാവിസിനെ അക്കാര്യത്തിൽ മാതൃകയാക്കാവുന്നതാണ്. ജാർഖണ്ഡിലെ കണക്കൂടി അങ്ങ് പറഞ്ഞു പോയേക്കാം. ജാർഖണ്ഡിൽ BJPക്ക് 4 സീറ്റുകളാണ് നഷ്ടം. പലതവണ നരേന്ദ്രമോദി വന്ന് ക്യാമ്പയിൻ നടത്തിയ ജാർഖണ്ഡിൽ പക്ഷേ ഹേമന്ത് സോറന് 4 സീറ്റാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിപ്പിച്ചത്. 34 സീറ്റുകളിലേക്ക് പോയി. ആകെയുള്ള 81-ൽ അവിടെ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ ആ അർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് നേട്ടമാകുമ്പോൾ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും JMMനും നേട്ടമുണ്ടാക്കാൻ ജാർഖണ്ഡിലും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാർഖണ്ഡും മഹാരാഷ്ട്രയും BJPയും ഇന്ത്യ മുന്നണിയും 1-1 എന്ന നിലയിൽ തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ചോദ്യം ഇതായിരുന്നു: ദിശാസൂചികയാണോ ഈ വിധി എന്നുള്ളതാണ്. അതിൽ 3 പേരുടെ അഭിപ്രായം ആണ്, എൻ്റെ അഭിപ്രായം അല്ല. Meet the editors.